വടക്കേ ഇന്ത്യ, ക്രൈസ്തവർ അധികമൊന്നുമില്ലാത്ത പ്രദേശം. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അവിടെയുള്ള പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന പഞ്ചാബ്. ആ ദേശത്തു നിന്ന് സിഖുകാരുടെ ഇടയിൽ നിന്ന് കർക്കശ മതസ്വഭാവമുള്ള ആ സമൂഹത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച വ്യക്തി. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും ക്രിസ്തുവിനെ പ്രഘോഷിച്ച അതുല്യ പ്രതിഭ സാധു സുന്ദർ സിംഗ്. യേശുവിനെ പോലെയുള്ള മനുഷ്യൻ, വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ നിന്ന് ഇറങ്ങി വന്നവൻ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ക്രിസ്തു തന്നെ നേരിട്ട് വന്ന് സംസാരിക്കുകയാണ് എന്ന അനുഭവം കേൾവിക്കാർക്ക് സമ്മാനിച്ച വ്യക്തി. ഇങ്ങനെ അനവധി വിശേഷങ്ങളുണ്ട് സാധു സുന്ദർ സിംഗിന്. അദ്ദേഹം 1889 റാപ്പൂരിൽ ജനിച്ചു. ഒരു സമ്പന്ന സിഖ് കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ദൈവഭക്തയായ തന്റെ അമ്മ താനൊരു സാധുവായി മാറിയതിൽ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കർശന മതപരിശീലനത്തിൽ വളർന്നു വന്ന അദ്ദേഹത്തിന് ക്രൈസ്തവരോട് വെറുപ്പായിരുന്നു. ക്രൈസ്തവർ മതം മാറ്റാനായി വന്നവർ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അക്കാലത്ത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ഗ്രാമത്തിൽ അമേരിക്കൻ മിഷണറിമാർ ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ഇംഗ്ലീഷ് പഠിക്കുവാൻ അദ്ദേഹവും അങ്ങോട്ട് പോയി. അവിടെ പാഠ്യവിഷയങ്ങൾക്ക് പുറമെ ബൈബിളും പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. ഇത് തങ്ങളെ മതം മാറ്റുവാനാണ് എന്ന് അവിടെയുള്ളവരും സാധു സുന്ദർ സിംഗും വിശ്വസിച്ചു. സാധു സുന്ദർ സിംഗും കൂട്ടുകാരും ആ മിഷണറിമാരെ കളിയാക്കുവാനും ഉപദ്രവിക്കുവാനും ആരംഭിച്ചു. ഒരിക്കൽ സുന്ദർ സിംഗും കൂട്ടരും ഒരു മിഷണറിയുടെ കയ്യിൽ നിന്ന് ഒരു ബൈബിൾ തട്ടിയെടുത്ത് അതിന്റെ പേജുകൾ ഒന്നൊന്നായി വലിച്ചു കീറി. ആ ബൈബിൾ മുഴുവനും അഗ്നിക്കിരയാക്കി. ക്രിസ്തുവിനോട് മറുതലിച്ചു നിന്ന പൗലോസിനെ 1-ാം നൂറ്റാണ്ടിന്റെ ആദിപാദത്തിൽ സ്പർശിച്ച് രൂപാന്തരപ്പെടുത്തിയതുപോലെ സാധു സുന്ദർ സിംഗിനെയും 20-ാം നൂറ്റാണ്ടിന്റെ ആദിപാദത്തിൽ സ്പർശിച്ച് രൂപാന്തരപ്പെടുത്തി. ക്രിസ്തു അനുഭവത്തിലേക്ക് സുന്ദർ സിംഗ് നയിക്കപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. ബൈബിൾ അഗ്നിക്കിരയാക്കിയതിനു ശേഷം സാധു സുന്ദർ സിംഗിന്റെ മനസ്സ് ഏറെ അസ്വസ്ഥമാകാൻ തുടങ്ങി. അതിനു പുറമെ അധികം വൈകാതെ അമ്മയും ജ്യേഷ്ഠനും മരണപ്പെടുകയും ചെയ്തു. അവരുടെ വേർപാട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അഗാധമായ വേദന സൃഷ്ടിച്ചു. അങ്ങനെ കഠിന മനോവേദനയിൽ കഴിഞ്ഞ അദ്ദേഹം ഒടുവിൽ ജീവനൊടുക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഒരു സത്യദൈവമുണ്ടെങ്കിൽ അങ്ങെനിക്ക് പ്രത്യക്ഷപ്പെടണം, അല്ലെങ്കിൽ ഞാൻ നാളെ പ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യും. ദൈവാനുഭവം ലഭിക്കാത്ത പക്ഷം പിറ്റേന്ന് പ്രഭാതത്തിൽ ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചുറപ്പിച്ച സാധു സുന്ദർ സിംഗിന് പിറ്റേന്ന് പ്രഭാതത്തിൽ 4:30 യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. യേശു അവനോട് ചോദിച്ചു: നീ എന്തുകൊണ്ടാണ് എന്നെ വേദനിപ്പിക്കുന്നത്? ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അഗ്നി കൊണ്ട് എഴുതിയതുപോലെ പതിഞ്ഞു. ക്രിസ്തു നൽകിയ ആ ഒറ്റ ദർശനത്തിൽ സാധുവിന്റെ ഹൃദയം മാറി. അതുവരെ കടുത്ത ക്രൈസ്തവ വിരോധിയായ സാധു സുന്ദർ സിംഗ് അന്നുമുതൽ തികഞ്ഞ ക്രിസ്തുഭക്തനായി മാറി. അങ്ങനെ ക്രിസ്തുഭക്തനായി മാറിയ സാധു സുന്ദർ സിംഗിന്റെ അനുഭവങ്ങൾ പിന്നീട്